ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇയർ ആയിട്ട് എന്താണ് പ്രോഗ്രാം? ഞാനിപ്പം ഇവിടെ പള്ളിയിൽ വന്നേക്കുവാണ്. ഞങ്ങൾ സാധാരണ എല്ലാ ന്യൂ ഇയറിനും എടപ്പള്ളി പള്ളി അല്ലെങ്കിൽ വല്ലാർപാടം പള്ളി അല്ലെങ്കിൽ മലയാറ്റൂർ, ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെയാണ് പോവാറ്. കഴിഞ്ഞ പ്രാവശ്യം മലയാറ്റൂർ പള്ളിയിലാട്ടോ പോയത്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞങ്ങൾ നന്നായിട്ട് ഒന്ന് കഷ്ടപ്പെട്ടു. കൊച്ചിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം മുട്ടൽ പോലെയൊക്കെ ആയി, ഭയങ്കര തിരക്കായിട്ട്. അതുകൊണ്ട് അന്നത്തോടെ രാത്രി പപ്പാഞ്ഞിനെ കത്തിക്കുന്നത് കാണാൻ പോകാനുള്ള ആഗ്രഹം അങ്ങ് തീർന്നു കിട്ടി. എന്നിട്ട് അവിടെ അടുത്തൊരു വീട്ടിൽ കയറിയിരുന്ന് ഒരു 2-3 മണി വരെ റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തോട്ട് വന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളങ്ങനെ പപ്പാഞ്ഞിനെ കത്തിക്കുന്നതൊന്നും കാണാൻ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ വല്ലാർപാടം പള്ളി അല്ലെങ്കിൽ എടപ്പള്ളി പള്ളി വരാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എന്നാലും നേരെ എടപ്പള്ളി പള്ളി വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടപ്പള്ളി പള്ളിയിൽ വന്നേക്കുവാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എടപ്പള്ളി പള്ളി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളർ ചേഞ്ച് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്ക് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ റിച്ചു ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ അവൻ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം കാരണം ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കി ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പറ്റുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതാണ്, ദൈവമേ 2024 ഞങ്ങളുടെ വീടിൻ്റെ പണിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കയറി താമസിക്കാൻ പറ്റണേന്ന്. അതെന്തായാലും 2024 നടന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു. പക്ഷേ ഈ പോകുന്ന വഴിക്ക് സ്റ്റുഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി എന്തായാലും 2 ഡ്രസ്സ് എടുത്തേക്കാമെന്ന്. അങ്ങനെ ചെന്നപ്പോഴാണ് അവിടെ സെയിൽ നടക്കുന്നത്. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 149-ൻ്റെയൊക്കെ ടീഷർട്ട്, കൊച്ചുങ്ങളുടെ ടീഷർട്ട് 99-നൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അവർക്ക് ഡ്രസ്സ് എടുത്തു. എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ കുറേ നോക്കി. നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു. 499-നൊക്കെ ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നടന്നു വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് വൈറ്റ് പോർട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് ഇന്ന് ബുഫേക്ക് വന്നേക്കുന്നത്. അപ്പം അവന് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തു. അങ്ങനെ ഞങ്ങളും കഴിക്കാൻ തുടങ്ങി. സൂപ്പ്, ചിക്കൻ സൂപ്പ്, വെജ് സൂപ്പ്, പിന്നെ കുറേ സാലഡ്സ്, പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. ഞാൻ അപ്പവും പൊറോട്ടയൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. ഞാൻ നേരെ പോയിട്ട് ചോറെടുക്കുകയാണ് ചെയ്തത്. എന്തോ തേങ്ങാച്ചോറും പിന്നെ ചിക്കൻ ഫ്രൈ, കൊഴുവ ഫ്രൈ, പിന്നെ ക്രാബ് റോസ്റ്റ്, പോത്ത് വരട്ടിയത്, പിന്നെ നൂഡിൽസ്, ഷേസ്വാൻ ചിക്കനും ഗോബി മഞ്ചൂരിയനും. ഇതായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, കാരമൽ പുഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കേക്കിൻ്റെ കട്ട്സും ഉണ്ടായിരുന്നു. കാരമൽ പുഡിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ഞാൻ എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ന്യൂ ഇയർ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നത്. 2015-ലാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. അന്ന് മുതലേ എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ന്യൂ ഇയർ. അങ്ങനെ ആദ്യമായിട്ടാണ് വീട്ടിൽ സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ 2024 അവസാനത്തെ ദിവസം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.